ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് റിപ്പോർട്ടർ ടിവിയുടെ ഓണാശംസകൾ. മഹാബലിയാണ് ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട അതിഥി. എന്നോടൊപ്പം അതിഥിയായി അതുൽ നറുകരയും അദ്ദേഹത്തിന്റെ ഫോഗ്രാഫർ ലൈവിലെ മുഴുവൻ അംഗങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്കൊരു ഓണപ്പാട്ട് തുടങ്ങിയിട്ട് പരിചയപ്പെട്ടാലോ? അല്ലേ? ഓക്കെ, ഒരു ഓണപ്പാട്ടാണ്. റെഡിയല്ലേ? സെറ്റ്. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്ന് തന്തോയ്ക്കാൻ, തൊട്ടും കൊരവയുണ്ടേ താരാ ഒട്ടേറെ ഘോഷമുണ്ടേ. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്ന് തന്തോയ്ക്കാൻ, കൊട്ടും കൊരവയുണ്ടേ താരാ ഒട്ടേറെ ഘോഷമുണ്ടേ. ഇത്താം തെയ്താര തകതെയ്തകതാര, ഇത്താം തെയ്താര തകതെയ്യത്തിനും താര, ഇത്താം തെയ്താര തകതെയ്തകതാര, ഇത്താം തെയ്താര തകതെയ്യത്തിനും താര. ആരെല്ലാം കൂടുന്നുണ്ട് നാളെ മാവേലി പാട്ടുപാടാൻ, ആരൊക്കെ കൂടുന്നുണ്ട് നാളെ പൊന്നോണ കൂത്തുകൂടാൻ. ആരെല്ലാം കൂടുന്നുണ്ട് നാളെ മാവേലി പാട്ടുപാടാൻ, ആരൊക്കെ കൂടുന്നുണ്ട് നാളെ പൊന്നോണ കൂത്തുകൂടാൻ. ഇത്താം തെയ്താര തകതെയ്തകതാര, ഇത്താം തെയ്താര തകതെയ്യത്തിനും താര, ഇത്താം തെയ്താര തകതെയ്തകതാര, ഇത്താം തെയ്താര തകതെയ്യത്തിനും താര, ഇത്താം തെയ്താര തകതെയ്തകതാര, ഇത്താം തെയ്താര തകതെയ്യത്തിനും താര. അതിലൊപ്പം ലോകം മുഴുവൻ കറങ്ങുന്ന ടീമാരെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അയാളുടെ പേര് സുദേവ്. സുദേവൻ എനിക്ക് പരിചയമുണ്ടോ? നമ്മളിവിടെ പാടികളോ? ഫറൂഖ് കോളേജിൽ പഠിക്കുകയാണ്. ശ്രീഹരി ഞാൻ വയനാട് ക്യാമ്പിൽ വെച്ച് കണ്ടു. ശ്രീഹരി, സംഷീദ്, പിന്നെ നിഷാദ്. അവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠൻ അനിയന്മാരാണ്, സഹോദരങ്ങളാണ്. ബാക്കില് നമ്മുടെ ഡ്രംസ് നിപുൺ നിപുണേട്ടൻ ഒരു ഡ്രമ്മൊക്കെ പഠിപ്പിക്കുന്ന ഒരാൾ കൂടി, അധ്യാപകനാണ്. ഇത് സിദ്ധാർത്ഥ്, ആളെ പേര് സിദ്ധാർത്ഥ്. അർജുൻ കൊണ്ടോട്ടിയാണ്. സുഭാഷ്. അപ്പൊ ഈ ഓണത്തിനിവിടെ ഇല്ല അല്ലേ? ഞങ്ങള് ഓണപരിപാടിയായിട്ട് മൊത്തം കറക്കാണോ? പരിപാടികളൊക്കെ ആയിട്ട് എവിടെയൊക്കെ പോയി? കഴിഞ്ഞ ഇപ്പൊ വരുന്നതിന് മുമ്പ് UK മലയാളികൾ മുഴുവൻ ആവശ്യപ്പെട്ടോണ്ടേ ഇരിക്കുക പാട്ട്. ഈ പാലാപ്പള്ളിക്ക് ശേഷം ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കുക. അങ്ങനെ ഒരുപാട് പാട്ടുകൾ. നേരത്തെ ഇത് എങ്ങനെയാ നമ്മൾ ടീം സെറ്റ് ആയി വരുന്നത്? സോളോ ഫോക്ക് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. അതെ അതെ, ആ ടീമുണ്ട്. നമ്മൾ അക്കോസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ അക്കോസ്റ്റിക് മാത്രമായിട്ട് നമ്മൾ അതിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഇതുപോലെ നമ്മൾ ഒന്നും കൂടി ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് അല്ലെങ്കിൽ കീബോർഡും ബാക്കി വെച്ചിട്ട് ഫുൾ സെറ്റ് ബാൻഡായി. രണ്ടുണ്ട്. എന്തിനും റെഡി. അത് എന്താ വ്യത്യാസം അതിനകത്ത്? നമ്മള് അത് ട്രീറ്റ് ചെയ്യുന്നത് പക്ക അക്കോസ്റ്റിക് മാത്രമായിട്ട്, ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രമായിട്ട്. ഇത് നമ്മൾ കീബോർഡ് ഗിറ്റാറൊക്കെ വെച്ച് ഒന്നുകൂടി അതിനൊരു ഒന്നുകൂടി ഭംഗിയില്. ഈ ടീമിലപ്പോ വോക്കലിസ്റ്റുകളായി പാട്ടുകാരൊക്കെയുള്ള എല്ലാരും ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ്. സുഭാഷ് പാടും. എന്താണ് സുദേവ് പാടും. സുദേവ് ശ്രീഹരിയും പാടും. അതെ ശ്രീഹരിയും പാടും. എന്താണ് സംഷീദ് പാടും. കഴിഞ്ഞു. നല്ല അവിടെ തന്നെ സുഭാഷിന്റെ പാട്ട് കേൾക്കാം. ഓക്കെ, സുഭാഷിന്റെ പാട്ട് കേൾക്കാം. തകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള
ഒരമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ എങ്ങളെന്നമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൊരമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ട് വന്നേ. തകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ. അടുപ്പിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ. കലത്തിന് ചുറ്റും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. അടുപ്പിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ. കലത്തിന് ചുറ്റും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ, തകതകതാര തകതാര ദിത്തൈ താരാരാരോ, തകതാര താര താര ദിത്തൈ താരാരാരോ. എങ്ങനെയാണ് ഈ പരിപാടികൾക്കൊക്കെ പോവാറുള്ളത് നിങ്ങൾ ഈ രണ്ടും ആൾക്കാരുടെ ആവശ്യം അങ്ങനെ അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ താല്പര്യങ്ങളൊക്കെ മാറുകയല്ലേ. പുതിയ റാപ്പും നാട്ടിലാണെങ്കിൽ ഓണം എങ്ങനെയായിരിക്കും ശരിക്കും? നാട്ടിൽ ഓണം ആഘോഷിക്കാറ് ക്ലബിന്റെ പരിപാടികളും മറ്റുള്ള പരിപാടികളും. പാലാപ്പള്ളി വരുന്നതിന് മുമ്പുള്ള ഓണവും പാലാപ്പള്ളിക്ക് ശേഷമുള്ള ഓണവും എന്താണ്, ആദ്യം നാട്ടിൽ തന്നെയായിരുന്നു ഓണപരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറവായിരുന്നു. പാട്ടിന് ശേഷം പിന്നെ ഒന്നും കൂടി ഇതിലായി നമുക്ക് പ്രോഗ്രാമുകൾ നമ്മുടേതായിട്ടുള്ള ആഘോഷത്തേക്ക് പോവായിരുന്നു. മറ്റത് പാട്ടിന് ശേഷം മറ്റുള്ളവരുടെ ആഘോഷം. പാലാപ്പള്ളിക്ക് ശേഷം ഒരു ടീം സെറ്റ് ചെയ്യായിരുന്നോ, അല്ലെങ്കിൽ പാലാപ്പള്ളിക്ക് മുമ്പ് ആദ്യ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ ടീം സെറ്റായ ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്? അതെ അതെ. അപ്പൊ സിനിമയിൽ വന്ന ശേഷം ഈ ടീം ഒന്നുകൂടി വിപുലായി. ഒന്നും കൂടി ഒരുപാട് ഞങ്ങള് ഇവരും മറ്റുള്ളവരും കൂടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10-20 പേരുടെ മുകളിലുണ്ട്. എങ്ങനെ ഇത് ടീമുമായി വന്നു? യൂണിവേഴ്സിറ്റി പഠിച്ചാണല്ലേ? അതെ അതെ. ആ സമയത്ത് സെറ്റ് ആയതാണോ അല്ലെങ്കിൽ അല്ല, നാട്ടിലുള്ളവരും ഒക്കെ പ്രാദേശികമായിട്ട് മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവരാണ്. നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് വന്നു? ഒരേ താല്പര്യമുള്ള കുറെ ആൾക്കാർ ഒപ്പം അങ്ങനെ അങ്ങനെ അതിന്റെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു. ഇതുവരെ ഇന്റർവ്യൂലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതെ അതെ. എന്താണ് 4 ആള് വീട്ടില്. എന്താണ് അച്ഛൻ, അമ്മ, അനിയൻ പാടും അല്ലേ? അനിയൻ പാടും. അപ്പൊ നമുക്ക് ഈ ഓണത്തിനൊക്കെ പോകുമ്പോ എങ്ങനത്തെ പാട്ടുകളാ പാടുക? ഓണം റിലേറ്റഡ് പാട്ടുകളാണ് അല്ലെങ്കിൽ ഫോക്ക്? ഞങ്ങള് ഓണത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്താണ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ തുടക്കമൊക്കെ ആയിട്ട് പിന്നൊക്കെ നമ്മുടെ പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ. ഈ പാലാപ്പള്ളിയാണോ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുക? അങ്ങനെയല്ല, അതെന്തായാലും പാടാൻ പറയും. ഓഫ്കോഴ്സ് നമ്മൾ എത്തുന്ന സമയത്ത് പാലാപ്പള്ളി ഒന്ന് കേട്ടു നോക്കിയാൽ ഇത് പാലാപ്പള്ളി ചെയ്യാം. പാലാപ്പള്ളി പാടി. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രക്കുളി നാളാണേ. 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 ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാനോ നടൂടണല്ലോ. ആവോ ദാമാനോ നാടക ചുറ്റണല്ലോ. ആവോ ദാമാനോ നാടക കൂടിയിട്ടേ. ആവോ ദാമാനോ രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാനോ പിണ്ടി ഒടിച്ചു വന്നേ. ആവോ ദാമാനോ പിണ്ടിയും കുത്തിയല്ലോ. ആവോ ദാമാനോ കൈത്തിരി കത്തുന്നല്ലോ. ആവോ ദാമാനോ ലോകത്തിൻ പൊൻവിളക്കേ. പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോഴേ ഇപ്പൊ ഈ പാലാപ്പള്ളിയിലേക്ക് എത്തുമ്പോഴൊക്കെ നമ്മളെ സൗണ്ട് ഇപ്പോൾ ഫോക്കിന് പറ്റിയതാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെ എപ്പോഴാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പാട്ട് പാടാൻ ഇങ്ങനെ ഫോക്കാണ് നല്ലത്? തുടക്കം അതായത് ഞാൻ ഒരു ഫോക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കലോത്സവ പരിപാടികളിലൊക്കെ മുന്നേ പാട്ട് പാടാറുണ്ട്. എങ്കിലും നമ്മളൊന്നും കൂടി ഒരു വേദിയിൽ കയറുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് തിരിച്ചറിയുന്ന സമയത്താണല്ലോ നമ്മുടെ ശബ്ദം ഒന്നും കൂടി ഈ ഫോക്കിന് നല്ലതാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി കാലത്തിന് മുൻപ് ഒരു 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു മെന്റർ ഉണ്ടോ അതില് ഫോക്ക് പാടുന്ന നല്ലത്?
എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പാട്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എന്താണ് തിരുവല്ലിയുള്ള കനൽ എന്ന് പറഞ്ഞൊരു ടീമിലൂടെയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒന്നുകൂടി നമുക്കൊരു സ്റ്റേജിൽ എങ്ങനെ സെറ്റ് ചെയ്യണം പഠിക്കണം ഒക്കെ ആ രീതിയിൽ. പാലാപ്പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാ മ്യൂസിക് ഡയറക്ടർ തിരിച്ചറിയണമല്ലോ ഈ ശബ്ദം? അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മള് കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും നല്ല സമയം കിട്ടി. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചൊരു പാട്ട് കേട്ടിട്ട് നമ്മുടെ സന്തോഷ് സാറ് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അതാണ് ഇപ്പൊ പുറത്തിറങ്ങി ഒരു നമ്മളെ മനോരഥങ്ങൾ MT വാസുദേവൻ. അതിൽ പാടിയോ? ശരി. മനോരഥങ്ങൾ എത്ര പാട്ടുണ്ട്? അതില് ഒരു 4 പാട്ടോളം ഉണ്ട്. 4 പാട്ട് അതില് സ്വന്തമായിട്ട് കമ്പോസ് അതല്ല, നമ്മള് ചെയ്തു കൊടുത്ത എന്താണ് വരികളും ഇതൊക്കെ നമ്മുടെ വരികൾ സ്വന്തമായിട്ട് ചെയ്യോ? ഞാനും എന്റെ കൂട്ടുകാരൻ ശ്രീഹരി ഞങ്ങൾ അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം വരികൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് ശരിക്കും? നമ്മളങ്ങനെ കൂടിയിരുന്ന് ഈ പാട്ട് നിലനിൽക്കണമെങ്കിൽ കുറച്ച് ഫ്യൂഷൻസ് ഒക്കെ വരണം. പക്ഷെ നമ്മളിപ്പോ ഈ പാലാപ്പള്ളി കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ തിരിച്ചറിയും. അപ്പൊ അതിനെ അതുപോലെ തന്നെ കാലാകാലം നിന്നാൽ മതി എന്ന് കാണുമ്പോൾ പുതിയ ജനറേഷൻ എന്തായാലും ഏറ്റെടുക്കില്ല. ഇപ്പൊ ഈ ഓണമൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ? പണ്ട് ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആഘോഷിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമയത്തെ പാട്ട് വെച്ചിട്ടല്ലേ, പണ്ടത്തെ ട്രഡീഷണൽ പാട്ട് വെച്ചല്ലോ. പുതിയ ജനറേഷൻ ആഘോഷങ്ങളൊക്കെ പുതിയ രീതിയിലാണ് കാണുന്നത്. അതിനൊക്കെ ഉദാഹരണമാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തന്നെ. സിനിമകളിലേക്കാണെങ്കിലും കുറെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പാട്ട് ഒരു സിനിമയിൽ ഒരു ഫോക്ക് ടൈപ്പ് പാട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ട്. അത് ഒന്നുകൂടി ആ ജോണറും കൂടി വരുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അയ്യപ്പൻ കോശി എന്നുള്ള സിനിമ 5 എന്താണ് ആ പാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു അട്ടപ്പാടി ഒക്കെ ആയിട്ടാണല്ലോ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ പാട്ട്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് ഒന്നുകൂടി കൂടുതലായിട്ട് ഫോക്ക് സോങ്ങുകൾ കൂടുതൽ കിട്ടും. പഴയ പാട്ടുകളുണ്ടല്ലോ, ഇപ്പൊ ഓണമായിട്ട് ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യില്ല, പഴയ നാടൻ പാട്ടുകളിൽ ഏതാണ് കൂടുതലായിട്ട് പാടാൻ? ഒരുപാട് പാട്ടുകളുണ്ട്, കൃഷിപ്പാട്ടുകൾ. ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് അതേപോലത്തെ ഇതിലും പാട്ടൊക്കെ ആണ്. പിന്നെ അങ്ങനെ പാടുമ്പോഴൊക്കെ ആടാടൊക്കെ അങ്ങനെ പാട്ട് അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ സ്ഥിരമായി കേട്ടുള്ള പാട്ടുകളായതുകൊണ്ടായിരിക്കും, അതിന്റെ പാട്ടുകളായിട്ടില്ല. അല്ല, സ്ഥിരമായിട്ട് കേട്ട പാട്ടുകൾ, നമ്മുടെ പാട്ടുകൾ കേട്ട ആയിട്ടും അങ്ങനെയും ചോദിക്കാറുണ്ട്. ഈ ആടാടൊന്ന് പാടാൻ പറ്റുമോ? ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ 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 ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി ചുറ്റുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി ചുറ്റുമ്പോഴേ അമ്മ ചുറ്റുമ്പോഴേ താളം പിടിക്കണട്ടാ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അപ്പൊ ഈ പാലാപ്പള്ളിയാണ് നമ്മള് മലയാളികൾ പുഴുവിലാ ശരിക്കും തുടങ്ങുന്നത്. അതെ. അതെങ്ങനെ പുഴുവിലേക്ക് എത്തിപ്പെടുന്നത്? എന്താണ് ആദ്യം ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, സന്തോഷ് സാറിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോ പോയപ്പോൾ അതിന്റെ മ്യൂസിക് ഡയറക്ടർ JXP ജോയ് സാറാണ്. അപ്പോൾ സാർ അത് ചെയ്യണ്ടായിരുന്നു ആ സിനിമ. ഈ സിനിമയിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകാൻ, നിലനിന്ന് പോവാൻ, സർവൈവ് ചെയ്യാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. സ്വാഭാവികമായിട്ട് നമ്മള് ഈ പാട്ടിനോടുള്ള പാഷൻ കൊണ്ട് ഈ ആൽബവും സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാവും. സിനിമയിൽ സർവൈവ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് നമ്മുടെ ജോണറിലുള്ള പാട്ട് കിട്ടണം എന്നുള്ളത്. കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ പാട്ടുകൾ കിട്ടണമെങ്കിൽ നമ്മളൊരു ഫോക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് വരുമ്പോഴും കൂടുതൽ നമ്മൾ ആലോചിക്കാം അല്ലേ. അപ്പൊ ഒരു കൊമേഴ്ഷ്യൽ, അപ്പൊ ആ രീതിയിൽ വരുമ്പോഴാവും ഈ സംഗീത സംവിധായകരുമായിട്ട് കൂടുതൽ ബന്ധം എങ്ങനെയാണ്? കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്നില്ലല്ലോ, ആൾക്കാരുണ്ട് പരിചയപ്പെടാൻ. കുറച്ചുപേരെ അറിയുന്നവരുണ്ട്. നല്ല വർക്ക് കാണുമ്പോൾ വിളിച്ചിട്ട് നല്ലതാണ് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള അങ്ങനെ സിനിമയിൽ കൂടുതൽ ബന്ധമുള്ള ആരായിട്ടാ? എനിക്ക് ഏറ്റവും കൂടുതൽ JXP ജോയ് സാറിനെ ആയിട്ടാണ്. അദ്ദേഹം ഇടയ്ക്ക് വിളിക്കും. സാറ് ഇങ്ങനെ പാട്ടുകളൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. നമ്മളിപ്പോ ഓണ സമയത്തിന് മുമ്പേ ഓണാഘോഷം തുടങ്ങും. അതെ. പിന്നെ ഒരു ഡിസംബർ ജനുവരി വരെ ഓണാഘോഷമാണ് അല്ലെ. അവസാനം ഡിസംബർ 31-ാം തീയതി എന്താണ് ന്യൂ ഇയർ ഓണം. അതോടുകൂടി ദുബായിലെ ഓണം, ന്യൂ ഇയർ ഓണം, ക്രിസ്മസ്
ന്യൂ ഇയർ, ഓണാഘോഷം. അതോടുകൂടി ആഘോഷങ്ങളൊക്കെ അവസാനിക്കും. നമുക്കൊരു അവസരമാണ് ശരിക്കും. ഈ മലയാളികൾക്ക് വിദേശത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാടൻ പാട്ടിനെ കുറിച്ചും നാടിനെ കുറിച്ച് കുറച്ചുകൂടി ഓർമ്മ വരുന്നത്. അതെ അതെ സത്യം. കേരളത്തിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നൊസ്റ്റാൾജി ഉണ്ടാകുന്നു. മലയാളികൾക്ക് നാടൻ പാട്ടിനോടൊക്കെ സ്നേഹം ഉണ്ടാകുന്നു. അങ്ങനെ സ്വീകാര്യത തോന്നിയിട്ടുണ്ട് കൂടുതലായിട്ട്. മലയാളി അസോസിയേഷൻസ് ഒക്കെ ഭയങ്കര പവർഫുൾ. ഞങ്ങളിപ്പോ ആലപ്പുഴ അസോസിയേഷൻ വരും 15-ാം തീയതി, പിന്നെ 22-ാം തീയതി ഒക്കെ ഓരോ ജില്ലാ അസോസിയേഷന്റെ പരിപാടികൾ. ഈ ബാംഗ്ലൂരിൽ തന്നെ 10-15 മലയാളി അസോസിയേഷൻസ്. ദുബായിലൊക്കെ ഒരുപാട്. അത്രയും. ദുബായിലൊക്കെ ഓരോ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ആഘോഷമാക്കും. അത്രയും. 15-ാം തീയതി ആലപ്പുഴക്കാരോട് ആലപ്പുഴ മലയാളി അസോസിയേഷൻ അല്ലേ? അപ്പൊ അവർക്ക് ഈ പോകുന്ന സമയത്ത് പാലാപ്പള്ളി അല്ലാതെ പാടാൻ സിനിമയിൽ പറയുന്ന പാട്ടുകൾ, നമ്മുടെ ഒരുപാട് പാട്ടുകൾ, ജനകീയമായിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ഓഡിയൻസിന് മുന്നിൽ പാടുമ്പോഴേ, അതായത് അവർക്ക് അറിയുന്നൊരു പാട്ടാകുമ്പോൾ അവരുടെ ഒരു ഇന്ററാക്ഷൻ ഒന്നുകൂടി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഫെമിലിയർ ആയ പാട്ടുകൾ, പണ്ടുകാലത്തുള്ള പാട്ടുകൾ, ഇപ്പൊ എഴുത്തു പാട്ടുകളൊക്കെ നമ്മൾ സത്യൻ കോമല്ലൂരും അതുകൊണ്ടൊക്കെ ചേട്ടൻ അവരെ താരകപ്പെണ്ണാളെ പോലത്തെ പാട്ടുകളൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന പാട്ടുകളാണ്. ഈ താരകപ്പെണ്ണാള് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം പിന്നീട് നല്ല എല്ലാവരും കേൾക്കാതെ ഇതുപോലെ പോയവര് അതൊക്കെ നാടൻ പാട്ടിന്റെ ഒരു അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ താരകപ്പെണ്ണാള് ഒന്ന് പാടാൻ പറ്റുമോ? ഓക്കെ, സെറ്റ്. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. ഹാപ്പി ഓണം എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വയനാട് പോലൊരു ദുരന്തം ഇവിടെ നടന്നിട്ടുണ്ട്. ആ ദുരന്തത്തിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് നമ്മൾ എല്ലാവരും. അപ്പോ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഒരു അതിജീവനത്തിന്റെ സന്ദേശം കൂടി ഉണ്ടല്ലോ അതില്. അതെ അതെ, എന്തായാലും. കാരണം അതൊന്നും അതിജീവിച്ച് വരേണ്ട അത്യാവശ്യമാണ്. മലയാളികൾ നമ്മൾ അത്ര കണ്ട് അതിജീവിക്കാൻ പഠിച്ചവരാണ്. നിപ്പ വന്നപ്പോഴും എല്ലാറ്റിനും കോവിഡ് അതിജീവിക്കാൻ വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ പഠിച്ചവരാണ് വേണമെങ്കിൽ പറയാം. അതിനെ അതിജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. അതെ അതെ, അതിന്റെ ഒരു ആഘാതം സത്യത്തിൽ ഇപ്പോഴും എത്ര ജനസംഖ്യ എന്നും എത്ര പേര് മരിച്ചു എന്നും ഇപ്പോഴും ഈ ഓണം എന്ന് പറയുന്നതും സത്യത്തിൽ അതിജീവനത്തിന്റെ ആ പാട്ട് അവസാനിപ്പിക്കാം. സെറ്റ്, എല്ലാരും പാടാം. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ.
പ്രധാനപ്പെട്ട സന്ദേശം അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ അതിജീവനത്തിന്റെ സന്ദേശം പാടി നമുക്ക് അവസാനിപ്പിക്കാം. മഹാബലി പോലും ഈ അതിജീവനത്തിന്റെ സന്ദേശമാണ്. സത്യം സത്യം. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് ഓണായിട്ട്? പറഞ്ഞ പോലെ തന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആഘോഷങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരും. എന്തായാലും ഉള്ള വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുക. എന്തായാലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുള്ളത് ഏറെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനലിനോടാണ്. ഈ ഓണക്കാലത്ത് ഇതുപോലെ തന്നെ കുറച്ച് സമയം നിങ്ങളെല്ലാവരും കാണാൻ സാധിക്കാൻ ഒരു അവസരം തന്നതിന്, കുറച്ച് പാട്ടുകൾ പാടാനും ഞങ്ങളെയൊക്കെ കുറച്ച് ഓണാഘോഷവും കഥകളൊക്കെ പറയാനൊരു അവസരം തന്നതിന് എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എന്തായാലും കാണാം. താങ്ക്സ് ഓൾ.